എന്തൊക്കെയാടെ ഇവിടെ നടക്കുന്നേ? ഒരു ബന്ധം പിരിഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്കും തുള്ളിച്ചാടി ഓണാഘോഷം നടത്താൻ എത്തിയിരിക്കുകയാണ് ശരിക്കും ജീവ. ഓക്കെ, ഇവർക്ക് ഈ മനസ്സിൽ ഈ വികാരം എന്ന് പറയുന്ന സംഭവ സാധന സാമഗ്രികളൊന്നും ഇല്ലേ സുഹൃത്തുക്കളെ? മനുഷ്യരല്ലേ ഇവര്? എനിക്ക് തോന്നിപ്പോവാണ് ശരിക്കും. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി കഴിയുമ്പോൾ അതിന്റെ പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത മനുഷ്യര് എന്താണ് ശരിക്കും? അതും ഒരു 11-12 വർഷമൊക്കെ ഒരുമിച്ച് ജീവിച്ചെന്ന് ഇവർ പറയുന്നു. നമുക്കറിയാൻ പാടില്ല ഇവർ ഒരുമിച്ച് ജീവിച്ചു എന്ന് പോലും. ഓക്കെ, ഇത്രയും നാളൊക്കെ ഒരുമിച്ച് ജീവിച്ചിട്ട് ശരിക്കും ഈ ഒരു പോയിന്റിൽ ഇതുപോലെ തുള്ളിച്ചാടി ആഘോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ, ഇവരുടെയൊക്കെ മനക്കെട്ടി അപാരം തന്നെ ആയിരിക്കും കേട്ടോ. അപാരം. കരിങ്കല്ല് വന്ന് വീണാൽ പോലും കുലുങ്ങാത്ത മനസ്സായിരിക്കും ഇവരുടെയൊക്കെ. ഓക്കെ, എന്താണ് ശരിക്കും അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ച്, ഒരുമിച്ച് കഴിച്ച്, ഒരുമിച്ചുറങ്ങി ആ ഒരു വ്യക്തി പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ ഓക്കെ മരിച്ചു പോവാണെങ്കിൽ കുഴപ്പമില്ല, ആ വ്യക്തിന് ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊരു റിയാലിറ്റി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ട്, അവർ നമ്മളെ എത്ര സ്നേഹിച്ച് കെയർ ചെയ്ത് മുന്നോട്ട് പോയിട്ട് അവർ നമ്മളെ പെട്ടെന്ന് വിട്ടു പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അത് നോർമലി ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറങ്ങത്തില്ല, ആഹാരം കഴിക്കത്തില്ല, അങ്ങനെയുള്ള പല സിറ്റുവേഷനിലൂടെ കടന്നു പോകാം. ജീവ അങ്ങനെയൊക്കെ ആയി പോകണമെന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പോലുള്ള സംഭവങ്ങൾ എടുത്ത് ഇടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, കാണുന്നവർക്ക് എന്ത് തോന്നുന്നു? നോർമലി ഇപ്പം ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ എത്രയോ പേർക്ക് തോന്നുമായിരിക്കും ഈ ചെറുക്കന് ഇത് എന്തിന്റെ പ്രശ്നമാണ് ശരിക്കും. ആ പെങ്കൊച്ചിപ്പം ഡിവോഴ്സ് ആയി അങ്ങോട്ട് മാറിയതുള്ളൂ, അപ്പോഴത്തേക്കും അടുത്ത വീഡിയോസ് ഇട്ട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്ത് കരുതും ശരിക്കും. എന്തായാലും ജീവയും അപർണയും തമ്മിൽ വേർപിരിഞ്ഞതിനെ പറ്റി നമ്മുടെ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ യൂട്യൂബറും ഒക്കെയായ നമ്മുടെ അസ്ല മാർലിക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സുഹൃത്തുക്കളെ. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഒരുപാട് ദിവസമായി അല്ലെങ്കിൽ ഒരുപാടായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നാന്ന് തോന്നുന്നു അതിനുള്ള ഏറ്റവും കറക്റ്റ് ദിവസം എന്ന് പറയണത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഡിവോഴ്സ് എന്നുള്ളത് ആരുടെ ലൈഫിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും. ഇന്ന് സന്തോഷത്തിലായിട്ട് നാളെ എന്തെങ്കിലും ഒരു എന്തൊരു റീസൺ വന്നു കഴിഞ്ഞാൽ നടക്കാവുന്ന ഒന്നേ ഉള്ളൂ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോൾ നടക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ആരുടെയും ജീവിതത്തിൽ അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വല്ല ഫിലിം ആക്ടേഴ്സ് ഇവരുടെ ഡിവോഴ്സ് വരുമ്പോൾ മാത്രം ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത്രയും സന്തോഷം അല്ലെങ്കിൽ കളിയാക്കാനും തോന്നുന്നത്? ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, പക്ഷെ കുറച്ച് കൂട്ടം ആൾക്കാർക്ക് ഒരു ബ്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ജെന്യുവിനായിട്ട് വിഷമം തോന്നുമെങ്കിലും ഇതിൽ വിഷമം തോന്നേണ്ട പോലും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ എടുക്കുന്നൊരു ഡിസിഷനാണ്. അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഡിവോഴ്സ്. ഓക്കെ, അസ്ല ചോദിച്ചത് എന്തിനാണ് ഇവരൊക്കെ ഡിവോഴ്സ് ആകുമ്പോൾ മാത്രം ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ്. സോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ശരിക്കും ഈ ഒരു രീതിയിൽ എപ്പോഴും ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധം വേർപെട്ട് പോകുമ്പോൾ നോർമലിയാണ് ഇതൊക്കെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കാരണം അവർ ഈ ഒരു ലെവലിൽ എത്തിച്ചതും അവരെ ഇങ്ങനെ ആക്കി തീർത്തതും ഈ പറയുന്ന ജനങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ അവരുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവർ വ്ലോഗിലൂടെയും അതുപോലെ തന്നെ അല്ലാതെ റീൽസും അങ്ങനെയൊക്കെ വഴിയിട്ട് ശരിക്കും നമ്മൾ പ്രേക്ഷകരിലേക്ക് അവർ തന്നെയാണ് എത്തിക്കുന്നത്. സോ ഇങ്ങനെ ഒരു പ്രശ്നം അവരുടെ ലൈഫിൽ നടക്കുമ്പോൾ, ഇപ്പോൾ ജീവയ്ക്ക് ഇതുപോലെ ഒരു ഇഷ്യൂ നടന്ന സമയത്താണെങ്കിൽ പോലും ജീവ അതൊരു പോസ്റ്റായിട്ട് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. പക്ഷെ അപർണ ഒന്നും ചെയ്തില്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് സ്റ്റോറി എന്തൊട്ടെടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു അപർണ. ഓക്കെ, അത് ജീവ അത് ചെയ്തു ശരിക്കും. ഓക്കെ, അപ്പോ അത് അവരുടെ ശരിക്കും പറഞ്ഞ ഒരു കടമയാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നോർമലി എത്രയോ മനുഷ്യന്മാര് കേരളത്തിൽ ഇന്നലെ ജീവയും അപർണയും തമ്മിൽ ഡിവോഴ്സ് ആയ അതേ ദിവസം തന്നെ എത്രയോ ബന്ധങ്ങൾ ഇവിടെ വേർപെട്ടു പോയിട്ടുണ്ടാവും. ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ, നമ്മളിതൊന്നും അറിയുന്നില്ല. കാരണം അവരൊന്നും ഇത്ര ഫേമസ് അല്ല, അവരെയൊന്നും ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവരെ ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ഒരു ആളുകൾക്ക് അറിയാവുന്ന രീതിയിൽ ആക്കിയെടുത്തത് ആരാണ്? ഈ പറയുന്ന ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ജനങ്ങളോട് പറയേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ബാധ്യസ്ഥത ഇവർക്കുണ്ടെന്നുള്ളതാണ് ശരിക്കും യാഥാർത്ഥ്യം. അതാണ് എനിക്ക് അസ്ലയോട് പറയാനുള്ളത് കേട്ടോ.
സോ നമുക്ക് ഇതിന്റെ ബാക്കി കാണാം. ആവുന്നത്. അപ്പം അതിൽ നമ്മൾ വിഷമിക്കേണ്ട അവർ ആവശ്യം വരുന്നില്ല. കാരണം ആ വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ എന്താ ഗോ ത്രൂ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. എനിക്ക് പക്ഷെ പറയാനുള്ളത്, എന്തിനാണിത് സെലിബ്രേറ്റ് ചെയ്യണേ? കുറേ ആൾക്കാർക്ക് കുത്തി നോവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയല്ലേ റിയൽ അല്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ? ഈ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും അല്ലെങ്കിൽ കാണുന്ന സിനിമ ആൾക്കാരും ഒക്കെ ഇത്രയേ ഉള്ളൂ ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ അവരെന്ത് ഹാപ്പി ആയിരുന്നു? ഇതൊന്നും കണ്ട് നിങ്ങൾ തുള്ളരുത്. എന്തൊക്കെയായിരുന്നു ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരുന്നത്, എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു സാധനം. ഇതൊക്കെ ഞങ്ങൾ മുന്നേ പ്രെഡിക്റ്റ് ചെയ്തതാണ്. അത് ശരിയാട്ടോ. ഒരാളുടെ കല്യാണ വീഡിയോ വരുവാണ്, അല്ലെങ്കിൽ ഒരാൾ കല്യാണം കഴിച്ച് പറയുന്നത്, അതിൻ്റെ താഴെ ഒരു മെജോറിറ്റി കമൻറ്റ്സ് ഇതായിരിക്കും. ഇത് ഏറി വന്ന 1 വർഷം 2 വർഷം എന്നുള്ളൊരു കമൻ്റ് ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക്. എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോക്ക് പോലും ഇപ്പോഴും ഒരു ഷോർട്സ് ഇപ്പോഴും അത് റീച്ച് പോയിക്കോ. എനിക്കറിയില്ല കേട്ടോ, ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ്, 3 വർഷം കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ ഷോർട്സ് ഭയങ്കര റീച്ച് പോകുന്നത്. ഞാൻ അംജുക്കും നിക്കാഹ് കഴിഞ്ഞ് പോണ ഒരു വീഡിയോക്ക് ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് നിക്കാഹ് കഴിഞ്ഞു പ്രാർത്ഥിക്കണമല്ല, ഇനി ഇപ്പോഴും വരുന്നുണ്ട് ഇവൻ ഫ്രോഡാണ്, ഇവള് ഇത് പെറ്റി പിരിഞ്ഞ് പോകും എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും കൂടി കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ആ ഷോർട്സിൻ്റെ കമൻറ്റ്. അത് പോട്ടെ, അത് മാറ്റി വെക്കിടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ജഡ്ജ്മെൻറ്റിലാവുന്നത്? സാധാരണക്കാർ ഇത് ആരുടെ ജീവിതത്തിലും വേണമെങ്കിൽ സംഭവിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പം എൻ്റെ ഫേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫേസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫെമിലിയർ ആയി അല്ലെങ്കിൽ അത് ഫേമസ് ആയി അല്ലെങ്കിൽ അത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ടാണ് അത് ഡിവോഴ്സ് ആയി എന്ന് അറിയണത്. എത്രയോ സാധാരണക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ളവരും സാധാരണക്കാരാണ്. ഞാൻ സാധാരണക്കാരെന്ന് ഇവിടെ എടുക്കാനുള്ള ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്ത വളരെ പേഴ്സണൽ ലൈഫ് കൊണ്ട് നടക്കുന്ന നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾ പോലെ എത്രയോ പേർക്ക് ഡിവോഴ്സ് നടക്കുന്നുണ്ട്. എത്രയോ പേര് വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, തമ്മിലടി നടക്കുന്നുണ്ട്, ചീത്തവിളി നടക്കുന്നുണ്ട്, ഡിവോഴ്സസ് നടക്കുന്നുണ്ട്, അടിച്ചുപിരിയൽ നടക്കുന്നുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇത് സെലിബ്രിറ്റീസിൻ്റെ വീട്ടിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സിൻ്റെ വീട്ടിലും മാത്രമാണോ നടക്കുന്നത്? നിങ്ങളെപ്പോലെ തന്നെ സാധാ മനുഷ്യന്മാരാണ് ഇവരും എന്നല്ല എല്ലാവരും, ഞാനും അല്ലെങ്കിൽ ബാക്കി എല്ലാവരും സാധാ ആൾക്കാരാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് പ്രശ്നം വേണമെങ്കിലും നടക്കാം. ഇതിപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ ഒരാളെ വെച്ചിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് വിഷയങ്ങൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഫാമിലീസിൽ മാത്രം ഒതുങ്ങി കൂടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ടീമിനെ ആവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവരെ തെറി വിളിക്കും, നീ അങ്ങനെയല്ലേ ഇങ്ങനെ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു 2 ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ സംഭവിക്കും. അപ്പോൾ പിന്നെ ഒരു ടീമാവും, അവിടെ ചീത്ത വിളി നടക്കും. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ പോസ്റ്റ് എന്തുകൊണ്ട് ഈ വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് പേരുകളോ അല്ലെങ്കിൽ ഈവൻ ക്യാപ്ഷനിലും ടൈറ്റിലും തംബ്നെയിലും പോലും എനിക്ക് അങ്ങനെ ഒരാളുടെയും പേരുകൾ ഉപയോഗിക്കാറില്ല. ഇത് ഞാൻ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇതിന് മാത്രം നടക്കുന്ന ഒരു കാര്യം. നാളെ നിങ്ങളെ വീട്ടിലും സംഭവിക്കാതിരിക്കട്ടെ, നാളെ നിങ്ങളെ വീട്ടിലും സംഭവിച്ചേക്കാം. അത് നിങ്ങൾ വല്ല സോഷ്യൽ മീഡിയ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നാണോ? അല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഭയങ്കര സ്നേഹത്തിലായിരിക്കും, ഭയങ്കര പോലെയായിരിക്കും. കുറേ കാലം ഒരുമിച്ച് ജീവിക്കുമ്പോഴാവും പല പ്രശ്നങ്ങൾ നമ്മൾ ലൈഫിൽ വരാം. കുറച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതി വരെ മനുഷ്യന്മാരാണ് മാറും. അന്ന് പറഞ്ഞ കാര്യം ഇരിക്കില്ല. ഓക്കെ, ശരിക്കും ഈ അസ്ല പറഞ്ഞത് കറക്റ്റ് ഉള്ളൊരു കാര്യമാണ്. അതായത് കല്യാണത്തിന് മുമ്പേ തേനെ പാലേ ചക്കരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാർട്ണർ ഒരുപാടങ്ങ് വാരിക്കോരി നമ്മളങ്ങ് സ്നേഹിക്കും. ഓക്കെ, കല്യാണത്തിന് മുന്നേ അങ്ങനെയാണ് ശരിക്കും. പക്ഷെ കല്യാണം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും സുഹൃത്തുക്കളെ ശരിക്കും. ഓക്കെ, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രാരാബ്ധം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കാരണം നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ നമ്മൾ പ്രാരാബ്ധം എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ കടന്നില്ല. കാരണം നമുക്ക് പിന്നെ നമ്മുടെ കുടുംബം നോക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം, മേ ബി ഭാര്യയുടെ വീട്ടുകാരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ നോക്കേണ്ടി വരും. ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മൾ ശരിക്കും ഞെരുങ്ങും. മറ്റേ സിംഗിളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താറുണ്ട്. അപ്പോൾ ഈ അന്ന് പറഞ്ഞ ഈ തേനെ പാലേ ചക്കരെ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ലൈഫിൽ ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് നടത്തി കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മുടെ പാർട്ണർ ചിലപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ടാവും. എല്ലാവരും അല്ല, ചില വ്യക്തികൾ. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് അവർക്ക് കൊടുക്കാതെ വരുന്ന സമയത്തേക്കും മേ ബി ചിലപ്പോൾ നമ്മൾക്കിടയിൽ ചിലപ്പോൾ ഒരു അകൽച്ച ഉണ്ടാവും. ആ അകൽച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്ക് തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പയ്യെ അകന്നകന്ന് വലിയൊരു അകൽച്ചയായിട്ട് മാറാനുള്ള സാധ്യത നന്നേ കൂടുതലാണ്. അപ്പോൾ അത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് മേ ബി ചിലപ്പോൾ ബ്രേക്ക് ആയി പോകാനുള്ള സാധ്യതയും
ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ മനസ്സ് തുറന്ന് നല്ല കാമായിട്ടൊരു അന്തരീക്ഷത്തിലേക്ക് ഇരുന്ന് നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പരസ്പരം അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കുക. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നല്ല നല്ല ആളുകളുണ്ട്. അവരുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ആയിട്ട് ചെന്നിട്ട് നിങ്ങളെ രണ്ടുപേരുടെയും ഭാഗം കേട്ടിട്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ഇതൊന്നും ചെയ്യാതെ നമുക്ക് തീർക്കാം, ഇനി നമുക്ക് ഇത് സെറ്റ് ആവില്ല, നമ്മൾ ഇനി ഒരുമിച്ച് മുന്നോട്ട് പോവില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ ആദ്യമേ തന്നെ എത്തുകയാണെങ്കിൽ അത് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഒരു കുട്ടിയൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലൈഫും കൂടെ കൊണ്ട് തെളിക്കുന്ന ഒരു പരിപാടിയാണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് ചോദിച്ചൊരു കാര്യമാണ്, അവിടെ ജീവയും അവരുടെയും തമ്മിൽ ഡിവോഴ്സ് ആയി. പക്ഷേ ശരിക്കും അവരുടെയൊക്കെ ലൈഫിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ കാണുന്ന സമയത്ത് ഇവരിങ്ങനൊന്നും അല്ലല്ലോ. ഇവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് പോകാറുണ്ട് ശരിക്കും. ഓക്കെ, അവരെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ, ഇവരെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇവരുടെ ലൈഫിൽ ശരിക്കും എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ വരും. ശരിക്കും ഇവര് നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ കാട്ടിക്കൂട്ടുന്നത് മേ ബി ചിലപ്പോൾ ഒരു കോപ്രായങ്ങളായിരിക്കും ഇതൊക്കെ. ഓക്കെ, ഇവർ ഇങ്ങനെ ആയിരിക്കും, ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവർക്കിടയിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്കിടയിൽ ചെറിയ പൊട്ടലും ചീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ചിലപ്പോൾ ഇവർ സംസാരിച്ച് സോൾവ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരാൾ മറ്റൊരാൾക്ക് മുന്നിൽ ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്ന രീതി വരുമ്പോഴത്തേക്കും ആയിരിക്കാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിന്ന് പോകുന്നത് പോലും. റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളാവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ശരിക്കും അവിടെ നിന്ന് തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വലിയൊരു ഇഷ്യൂ അവിടെ ചിലപ്പോൾ തീർന്നു പോയേക്കാം. പക്ഷെ നമ്മുടെ ഈഗോ ചിലപ്പോൾ നമ്മളെ അതിന് അനുവദിക്കത്തില്ല. നമ്മൾ ഈഗോ അതിന് ശരിക്കും അനുവദിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവള് തിരിച്ചൊരു സോറി പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അവൻ തിരിച്ചൊരു സോറി പറഞ്ഞില്ലല്ലോ, പറയണ്ട, ഞാനും പറയില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചങ്ങനെ നിൽക്കും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മിണ്ടാതാവുന്നത് നിങ്ങളായിരിക്കും. ആ മിണ്ടാതാവുന്ന രീതി കുറെ ദിവസം നാൾ തുടരുമ്പോഴേക്ക് എന്ത് ചെയ്യും? പതിയെ പതിയെ നിങ്ങൾ അകലാൻ തുടങ്ങും. ഓക്കെ, അതിനൊരു ഇടം നിങ്ങൾ വരുത്തരുത്. ഇപ്പൊ കണ്ടില്ലേ എന്തോരം ആളുകളാണ് ഡിവോഴ്സ് ആയി പോകുന്നത്. അത് മാത്രമല്ല എന്തോരം ആളുകളാ ശരിക്കും സ്വന്തം പാർട്ട്ണറിനെ ഇട്ടിട്ട് മറ്റൊരാൾ കൂടെ പോകുന്നതൊക്കെ. എന്തോരം ആളുകളാ ഈ സെലിബ്രിറ്റീസിന്റെ വരുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. അതല്ലാതെ ഈ കേരളത്തിൽ എന്തോരം പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അസൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റൊക്കെയാണ്, കുറെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. സോ നമുക്ക് ബാക്കിയാണ്. നമ്മൾ 2-3 വർഷം കഴിയുമ്പോൾ മാറുമ്പോൾ നമ്മൾ വർഷങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രായം കൂടും, നമ്മുടെ മെച്യൂരിറ്റി ലെവൽ കൂടും, നമ്മൾ ചിന്തിക്കുന്ന രീതി മാറും, എല്ലാം മാറും. ഒരു വട്ടം ഇപ്പം ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാലും ഞാൻ അതേ കാര്യം പറയുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഞാൻ 1 മാസം മുന്നേ പറഞ്ഞ കാര്യം തന്നെ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് ഞാൻ മാറ്റി പറയും. കാരണം നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറുവാണ്. എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. അതെന്താ നമ്മൾ ചിന്തിക്കാത്ത? പിന്നെ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു കാര്യം, അവർ ഡിവോഴ്സ് ആണെന്ന് അനൗൺസ് ചെയ്യണേക്കാൾ മുന്നേ ഈ കാണുന്ന നമ്മൾ ചകഞ്ഞെടുത്തിട്ടുണ്ടാവും കേട്ടോ, മുന്നേ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ചിലതൊക്കെ സത്യവും ചിലതൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോസ് ഡിലീറ്റ് ആവുക, അല്ലെങ്കിൽ ഫോട്ടോസ് ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതലാക്കും, പിന്നെ ആളെ കാണാതിരിക്കുമ്പോഴൊക്കെ കൂടുതലാവും. അങ്ങനെ എപ്പോഴും നമ്മൾ ഏതിടുന്ന വീഡിയോസിനും ഫോട്ടോസിലും അതെനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ ഫോട്ടോസിനും വീഡിയോയിലൊക്കെ താഴെ കമൻറ്റ് വരും, എന്ത് പറ്റി നിങ്ങൾ പിരിഞ്ഞോ എന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയ ആൾക്കാരോ അവസാനം ഒരു പോസ്റ്റ് ഇടും, ഓക്കെ ഞങ്ങൾ വേർപിരിഞ്ഞു, ഞങ്ങൾ രണ്ടായി എന്ന് പറഞ്ഞിട്ട് വരും. അതിൽ പിന്നെ 2 വിഭാഗം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കിത് പബ്ലിക്കിലാക്കണ്ടായിരുന്നു, ഇത് വെറും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഈ പോസ്റ്റ് ഇടേണ്ട ആവശ്യം, നിങ്ങൾക്ക് മൂവ് ഓൺ ആയാൽ പോരെ. എത്രയോ ചോദ്യങ്ങൾ വന്നിട്ട് എത്രയോ സഹി കെട്ടിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. കാരണം ആ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൂട്ടരും ചിലപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. ആ പോസ്റ്റിൽ 2 ഒരുപോലെ എഴുതിയിട്ടുണ്ടാവില്ല. അത് പിന്നെ തുലാസിൽ വെച്ചിട്ട് അളക്കും. ഇതിലേറ്റവും നന്നായിട്ട് എഴുതിയതാരാ, ഇതിലേതെങ്കിലും ഒരു ലൈൻ പിടിച്ചിട്ട് എന്തിനിപ്പോൾ അങ്ങനെ എഴുതി, അപ്പോൾ ഇവിടെയാണ് മോശം തെറ്റ്. നമ്മൾ എന്തിന് ജഡ്ജ്മെൻറ്റിലാവണം? നമുക്കറിയോ അവരുടെ ലൈഫിൽ എന്താ സംഭവിച്ചേക്കണമെന്ന്. ഓരോ ആൾക്കാർ ഇപ്പം ഓരോ സാധനം എഴുതിയിടണ്ടല്ലോ, നമ്മുടെ മാനസികാവസ്ഥക്ക് അനുസരിച്ചിരിക്കും എഴുതി വെക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഞാനൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ മൂഡില്ലാണ്ടാണ് ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വായന്ന് വരുന്നതും ഞാൻ എഴുതണതും ഒക്കെ കംപ്ലീറ്റ് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? നമ്മൾ ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർ സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെങ്ങനെയും ക്രൂശിക്കുക എന്നുള്ളതല്ല അടുത്തത്. നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു എമ്പത്തി എന്ന് പറഞ്ഞ സാധനം, നമുക്ക് എമ്പത്തറ്റിക് ആവാം അല്ലേ?
നമുക്ക് അവരുടെ ലൈഫായി അവരുടെ പാടായി നമുക്ക് നല്ല വാക്കുകളൊന്നും പറയാനില്ലെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. കുത്തി നോവിച്ചിട്ട് നമുക്ക് എന്ത് രസമാണ് കിട്ടുന്നത് അവർക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോഴും ഞാൻ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിൽ പല വിഷയങ്ങൾ നടക്കും, പല സാധനങ്ങൾ നടക്കും. ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുള്ളതുണ്ടാവും, ആഗ്രഹമില്ല, സീക്രട്ടായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ എല്ലാവരുടെയും ലൈഫിലുണ്ടായിരിക്കും. അതൊക്കെ കുത്തിപ്പൊക്കിക്കോ ചിലവർ കൊണ്ടുവരും. ചില ആൾക്കാർ അതിൻ്റെ ഒക്കെ സീക്രറ്റ്സ് എന്തെന്നൊക്കെ തപ്പി എന്താണ് ഏതാണെന്നൊക്കെ തപ്പി അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവരും ഹ്യൂമൻസാണ്. ഇപ്പം നമുക്കത് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതേപോലെ തന്നെ എല്ലാവരുടെയും കാര്യത്തിൽ. സോ എന്തെങ്കിലുമൊക്കെ രീതിക്ക് ഇതായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാത്രം ആലോചിക്കുക, നിങ്ങളെപ്പോലെ മനുഷ്യന്മാരാണ് സോഷ്യൽ മീഡിയ ഉള്ളവരും, ഏലിയൻസ് അല്ല. ഏതൊരു കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ശരിക്കും ഇതൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കാരണം ഇത് അങ്ങനെയാണ്, നമ്മളങ്ങനെ മലയാളികൾ അങ്ങനെയാണ് ശരിക്കും. ഓക്കെ, പൊതുവെ നമ്മൾ അന്യന്റെ സ്ഥലത്ത് എന്താണ് നടക്കുന്നതെന്നും അവിടെ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നതെന്നും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു രീതിയാണ് മലയാളികൾക്ക് പൊതുവേ ഉള്ളത്. സോ നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കും, തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഫസ്റ്റിലെ വന്ന് ഇതുപോലൊരു വീഡിയോ ഇട്ടെന്ന് കഴിഞ്ഞാൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ മാറ്റമോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിവാഹം വേർപിരിഞ്ഞ ശേഷം ജീവിപ്പ് കാട്ടിക്കൂട്ടിയ ഈ ഒരു കോപ്രായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അസ്ല പറഞ്ഞ ഓരോരോ കാര്യങ്ങളോടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.